നമസ്കാരം. കേരള സർക്കാരിൻ്റെ സ്ത്രീ സുരക്ഷാ പെൻഷനെ പറ്റി അറിഞ്ഞായിരുന്നു? 35 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾക്ക് മാസാമാസം 1000 രൂപ ലഭിക്കുന്ന പെൻഷനാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ. ഈ പെൻഷൻ എങ്ങനെ ലഭിക്കും, എന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ എന്നല്ലേ ചിന്തിച്ചത്? ആദ്യം മാനദണ്ഡങ്ങൾ പറയാം. പ്രധാനമായും 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളായിരിക്കണം. രണ്ടാമത്, കേരളത്തിൽ സ്ഥിരതാമസമായിട്ടുള്ളവർ ആയിരിക്കണം. അടുത്തത്, കുടുംബ പെൻഷനോ മറ്റു സാമൂഹ്യ പെൻഷനുകളോ ലഭിക്കുന്നവർ ആകരുത്. കേന്ദ്ര സംസ്ഥാന സർക്കാർ ജോലികളോ അല്ലെങ്കിൽ സർവകലാശാലകളിലോ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ ജോലി ഉള്ളവർ ആകാൻ പാടില്ല. അത് കരാർ വ്യവസ്ഥയിലുള്ള ജോലിക്കാരും ആകാൻ പാടില്ല. മഞ്ഞ അല്ലെങ്കിൽ പിങ്ക് റേഷൻ കാർഡ് വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് മാനദണ്ഡങ്ങൾ. ഇനി എന്തൊക്കെ രേഖകളാണ് വേണ്ടതെന്ന് പറയാം. ആദ്യം തന്നെ പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. അത് നിങ്ങളുടെ ആധാർ കാർഡ് ആകാം, ജനന സർട്ടിഫിക്കറ്റ് ആകാം, പാസ്പോർട്ട് ആകാം, ലൈസൻസ് ആകാം. ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രായം തെളിയിക്കുന്നതിന് ഡോക്ടർ സർട്ടിഫിക്കറ്റും ആകാം. ഇനി ഇതെല്ലാം സംഘടിപ്പിച്ച് കഴിയുമ്പോൾ അപേക്ഷ എവിടെ നൽകണം? നിങ്ങൾ താമസിക്കുന്ന പരിധിയിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ സെക്രട്ടറി മുമ്പാകെയാണ് അപേക്ഷ നൽകേണ്ടത്. ഇനി അപേക്ഷയോടൊപ്പം എന്തൊക്കെ നൽകണം? ആധാർ കാർഡിന്റെ കോപ്പിയും അതിനോടൊപ്പം ബാങ്ക് പാസ്ബുക്കിന്റെ ഒരു കോപ്പിയും നിങ്ങൾ സമർപ്പിക്കേണ്ടതാണ്. യോഗ്യതയുള്ളവരുടെ പട്ടിക തയ്യാറാക്കി അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ പെൻഷൻ തുക മാസാമാസം വരുന്നതാണ്. നമുക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾക്കായി നമ്മൾ ഒരു മടിയും വിചാരിക്കേണ്ട, അപേക്ഷിക്കുക. പിന്നെ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, കാര്യങ്ങൾ മറച്ചു വെച്ചോ തെറ്റായ കാര്യങ്ങളോ കൊടുത്ത് നിങ്ങൾ പെൻഷൻ ആനുകൂല്യം കൈപ്പറ്റിയാൽ 18% പലിശയിൽ കൈപ്പറ്റിയ ആനുകൂല്യം കൈപ്പറ്റിയ തുക തിരികെ ഏൽക്കുന്നതായിരിക്കും. അപ്പോൾ എന്തിനാണ് ഇനി വെയിറ്റ് ചെയ്യുന്നത്? 35-നും 60-നും ഇടയ്ക്ക് പ്രായമുള്ള മേൽപ്പറഞ്ഞ മാനദണ്ഡങ്ങളിൽ വരുന്ന സ്ത്രീയാണോ നിങ്ങൾ? ഇപ്പോൾ തന്നെ അപേക്ഷിച്ചോളൂ.